ഹലോ മക്കളെ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. മക്കളെ, നിങ്ങളുടെ ഓണം എക്സാമിന് ഒരു മാസം കൂടി ഇല്ല നിങ്ങൾ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത് ഓണം എക്സാമിനുള്ള പ്രിപ്പറേഷൻ 10 വരെ ലെവലുണ്ട്. 0 എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെ ലെവൽ ഉണ്ടെങ്കിൽ 0 ഒട്ടും പ്രിപ്പയർഡ് അല്ല, 10 എന്ന് പറഞ്ഞാൽ ഫുള്ളി പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യുക. 5 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, 50-50 ഇരിക്കുകയാണ്. 7 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രിപ്പയർഡ് ആണ്. 3 എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഇനി തുടങ്ങണം, അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തു തരാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണം എക്സാം, നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ശരിക്കും ചോദിക്കാൻ പോകുന്നത്, എത്ര വെയിറ്റേജിലാണ് ചോദിക്കാൻ പോകുന്നത്, ഏത് ചാപ്റ്ററാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഏത് ചാപ്റ്ററാണ് കുറവ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കറക്റ്റ് പറയാൻ പോകുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കണം. എല്ലാം SSLC കുട്ടികൾക്ക് ഷെയർ ചെയ്യണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ മക്കളെ, എക്സാമിനർ SSLC ബാക്ക്ലോഗ് സീരീസും ബാച്ച് അടിപൊളിയായിട്ട് പോകണം. ഓണം എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാച്ചായിട്ട് നമ്മൾ ബാക്ക്ലോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യുക. ഫീസും കുറച്ചിട്ടുണ്ട്. 5000 rupees ആണ് ഇനി ഫുൾ വർഷത്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ കാര്യം വരെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണ് മക്കളെ. നമ്മുടെ എക്സാം പേപ്പർ 80 മാർക്കിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. 80 മാർക്കിനുള്ള പരീക്ഷയാണ്. പരീക്ഷാ പേപ്പറിൽ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും? 110 മാർക്സ് ആണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. 80 മാർക്കാണ് ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്ന കുട്ടിക്ക്. പക്ഷേ ചോദ്യം 110 വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, ചിലത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആലോചിക്കണം. ഓക്കെ, പേടിക്കേണ്ട, ഇത് ഇംഗ്ലീഷിലും ഇതിനെ കുറച്ച് മാർക്ക് കൂടുതലുള്ള പേപ്പറാണ്. അപ്പം സിലബസ് പ്രകാരം നിങ്ങൾ 1, 2, 3, 4 ചാപ്റ്റർ പഠിക്കണം. അതേപോലെ എക്സാമിന് 4 ചാപ്റ്ററും ചോദിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എല്ലാ വർഷങ്ങളിലും നമ്മൾ പൊതുവെ എല്ലാ സ്കൂളും പകുതി വരെ പഠിച്ചു തരുള്ളൂ. അപ്പം നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വരെ ചോദിക്കാറുള്ളൂ എന്നുള്ളൊരു പതിവുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫസ്റ്റ് ചാപ്റ്ററിന് 44 മാർക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 2022 കഴിഞ്ഞ വർഷം 44 മാർക്ക്, നല്ല മാർക്ക്. പകുതി പേപ്പർ തന്നെ ഏകദേശം അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി. അപ്പം നിങ്ങൾ എന്താണേലും പൊട്ടാനുള്ള ആളല്ലെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ ആ മിനിമം പാസ്സാണ് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ അടിപൊളി അടിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് പാസ്സാവാൻ പറ്റും. ഇനി A+2 കൂട്ടി ഇത് പഠിക്കണം, അല്ലാണ്ട് പറ്റില്ല. സർക്കിൾസിൽ നിന്നും അതേപോലെ നല്ല വെയിറ്റേജ് 39, 43 ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത്. അപ്പോൾ നല്ല വെയിറ്റേജ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പോയാൽ തന്നെ A+ ഏകദേശം ഉറപ്പിക്കാം. 2 ചാപ്റ്റർ പഠിച്ചാൽ മതി, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം, പ്രോബബിലിറ്റി. അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നിങ്ങൾ വിടണം, പഠിക്കരുത് എന്ന് ഞാൻ പറയൂല. കാരണം നിങ്ങൾക്കൊരു 10-14 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. സിമ്പിൾ ചാപ്റ്ററാണ്, കുറേ ബുദ്ധി ഒന്നും ഉപയോഗിക്കണം. 3 ടൈപ്പ് ചോദ്യമുള്ളൂ, സിമ്പിൾ ഫോർമുലയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 3 പഠിച്ചാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഫുൾ മാർക്ക് കിട്ടും, ഉറപ്പിച്ചോ. ഇനി നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണെങ്കിൽ പഠിച്ചോളൂ, പഠിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ വർഷം 13 മാർക്കിന് ചോദിച്ചു, അതിന് മുമ്പത്തെ വർഷം 5 മാർക്കിന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ശരിക്കും പറഞ്ഞാൽ പഠിക്കാതെ പോയാൽ നിങ്ങൾ ഈ 5 മാർക്ക് വിട്ടോ, വിഷയമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു മാർക്കും കുറയില്ല. കാരണം 110 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 30 മാർക്കിന് എഴുതാതിരിക്കുക മക്കളെ. 30 മാർക്കിന് എഴുതാതിരുന്നാലും ഫുൾ മാർക്ക് കിട്ടും. വിടാം, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പക്ഷേ കഴിഞ്ഞ വർഷം 13 മാർക്കിന് 2023. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് പഠിച്ചാൽ കംപ്ലീറ്റിംഗ് സ്കോർ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇതാണ് മാത്സിൻ്റെ അവസ്ഥ. ഫസ്റ്റ് 2 ചാപ്റ്ററും എന്താണേലും പഠിക്കണം, ഒരു നിവൃത്തിയില്ല, വിടാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും പഠിക്കണം. 3ഉം 4ഉം 3 എന്താണെങ്കിലും പഠിക്കാൻ നമുക്ക്, 4 വിട്ടാലും അത്ര പ്രശ്നമല്ല. പക്ഷെ പിന്നെ എപ്പോഴാണെങ്കിലും പഠിക്കണം, ആ കാര്യം മറക്കരുത്. ഇനി ഫിസിക്സിലേക്ക് വരുമ്പം നിങ്ങളുടെ സിലബസ് പ്രകാരം, ഓക്കെ, സിലബസ് പ്രകാരം 2 ചാപ്റ്ററും 3ാമത്തെ പകുതി വരെ പഠിക്കണം എന്നാണ്. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ ശരിക്കും നിങ്ങൾ പഠിക്കണം, പകുതി വരെ പഠിച്ചാൽ മതി എന്നാണ് നിങ്ങളുടെ ഫിസിക്സിൽ. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തെ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 2 ചാപ്റ്റർ തന്നെ വരിക. ഫിസിക്സ് നിങ്ങളുടെ മറ്റേ സബ്ജക്ട്സ് വരെ ചെറിയ പേപ്പറാണ്. ഓക്കെ, 50 മാർക്കാണ് ടോട്ടൽ വരിക. പിന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ 40 മാർക്കിന് നിങ്ങൾക്ക് വരുള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് 32 മാർക്കാണ് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും. ഫസ്റ്റ് ചാപ്റ്ററാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഈ എക്സാം ഉണ്ടാക്കുന്നവർക്ക് അറിയേണ്ടത്, നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റേഴ്സ് എങ്കിലും ഇത്രയായിട്ട് പഠിച്ചോ, നന്നായിട്ട് പഠിച്ചോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിന് വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം ഈ 3-4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായി, ക്രിസ്മസ് എക്സാമിന് സെറ്റായി, ഫൈനൽ എക്സാമിന് സെറ്റായി, പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിലബസ്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് 3, കെമിസ്ട്രി 3, മാത്സ് 4, ബയോളജി 4, സോഷ്യൽ 7, ഇംഗ്ലീഷ് 6, ഹിന്ദി 5, മലയാളം 1, 4, മലയാളം 2, 4. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. ഓണം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി ഇത്ര അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും പഠിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാതെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ബാക്ക്ലോഗ് എന്ന് വിളിക്കുക. എന്നാണ് പുറകിലായി പോയ നിങ്ങളുടെ ചാപ്റ്റർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടാവും, മറന്നു പോകുന്നതായിരിക്കും. ചിലപ്പോൾ പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഏത് ടൈപ്പ് കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിനർ SSLC ബാക്ക്ലോഗ് സീരീസ് ഉണ്ട്. മക്കളെ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവം മക്കളെ, എക്സാമിനർ ലക്ഷ്യ ബാച്ചിൽ, ഈ ബാച്ചിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി ജോയിൻ ചെയ്യുന്നവർക്കും കിട്ടും.
എല്ലാ ചാപ്റ്ററിൻ്റെയും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ചാപ്റ്റർ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിൻ്റെ സ്പെഷ്യലായിട്ട് ഓണം എക്സാമിന് വേണ്ടി ബാക്ക്ലോഗ് സീരീസ് ചെയ്യുക. ആദ്യത്തെ ചാപ്റ്റർ മുതൽ നാലാമത്തെ മൂന്നാമത്തെ എക്സാമിന് വരാവുന്ന ചാപ്റ്റർ വരെ ലൈവായിട്ട് 2 സെഷൻ ഉണ്ടാവും. ചാപ്റ്റർ വൈസ് റിവിഷൻ വിത്ത് 1 hour ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് റിവിഷൻ ഉണ്ടാവും. സെക്കൻഡ് കാര്യം എന്താണ്, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നിങ്ങൾക്ക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരണം. അപ്പോൾ 2 സെഷൻ ആയിട്ടാണ് വരിക. എല്ലാത്തിനെയും നോട്ട്സ് കിട്ടും, മോഡൽ എക്സാംസ് ഉണ്ടാവും, ഫുൾ ക്ലാസ്സും PYQs എല്ലാം നിങ്ങൾക്ക് കിട്ടും, റിവിഷനൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി ഉള്ളവരാണ് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ജോയിൻ ചെയ്യുമ്പോഴാണ് വേഗം ജോയിൻ ചെയ്താൽ 5,000 ആണ് ഫീസ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്താൽ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കരുത്, ബാക്ക്ലോഗ് സീരീസ് ഓണത്തിന് സ്പെഷ്യലായിട്ട് വരുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ ഇനി കുറച്ചും കൂടി ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലക്ഷ്യ ബാച്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ബാക്ക്ലോഗ് സീരീസും കൂടി കിട്ടുന്നതായിരിക്കും. ഓക്കെ, റെഡി? അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം, വിളിക്കാം, വേഗം ജോയിൻ ചെയ്തോളൂ. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ, കെമിസ്ട്രി വീണ്ടും ഫിസിക്സ് ഒക്കെ പോലെ ഒരു കുഞ്ഞ് സബ്ജക്റ്റാണ്. 80 മാർക്കിൻ്റെ പേപ്പർ ഒന്നല്ല, 1, 2, 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, 1, 2, 3 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ 2 ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ നല്ല വെയിറ്റേജിൽ 26 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പിന്നെ 18 മാർക്കാണ് സെക്കൻഡ് ചാപ്റ്റർ. അതിന് മുമ്പത്തെ വർഷം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഈക്വൽ വെയിറ്റേജ്. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് എന്താണെങ്കിലും സെറ്റാക്കി പോകണം. ഓക്കെ, നിർബന്ധമാണ്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പകുതി ചാപ്റ്റർ അല്ലെങ്കിൽ ആ മൂന്നാമത്തെ ചാപ്റ്റർ ഫുള്ളായിട്ട് ചോദിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വെയിറ്റേജ് കുറവായിട്ട് വയ്ക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ല, ഇട്ട് സമയം വിട്ടോ, പക്ഷേ ഈ 2 ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കണം. അതാണ് ഒരു മിനിമം ക്രൈറ്റീരിയ നല്ലൊരു കുട്ടിക്ക്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഏകദേശം സെറ്റാണ്. ഇനി ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 3 ചാപ്റ്ററാണ് വരുന്നത്. ആദ്യത്തെ 3 ചാപ്റ്ററും ബയോളജിയിൽ നമുക്ക് പ്രത്യേകിച്ച് മൂന്നാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സിമ്പിൾ ചാപ്റ്റർ ഉണ്ടായെന്ന് തോന്നുന്നു. 3 ചാപ്റ്റർ ഏകദേശം, ഇത് രണ്ടും വളരെ നല്ല വെയിറ്റേജ് ഉണ്ട്, പഠിക്കാതെ പോരുത്. മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ എന്താണ് മാർക്ക് കുറവുണ്ടാവുന്നു. ഓക്കെ, പക്ഷെ അതൊന്നും നിങ്ങൾ ഓവർ പ്രതീക്ഷ പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജീൻ്റെ ചാപ്റ്റേഴ്സ് കണ്ടു. അപ്പം മക്കളെ, ഇതാണ് ശരിക്കും പറഞ്ഞ ഒഫീഷ്യൽ സിലബസ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ടോട്ടലിന്. നോക്കിയേ, 3 + 4 7 12. ഇവിടെ എന്താണ് ഈ സെറ്റിൽ 12. ഇവിടെ എത്രയാണ് 3 ഉം 10 ഉം 14. ഓക്കെ, ഇവിടെ എത്രയാണ് 3 6 ഉം 10 13. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത മക്കളെ ഇപ്പം തന്നെ നിങ്ങൾക്ക് 12 ഉം 14 26 26 ഉം 13 39 ചാപ്റ്റേഴ്സ് ടോട്ടൽ ഉണ്ട്. എൻ്റെ അപ്രോക്സിമേഷൻ 39 ചാപ്റ്റേഴ്സ് ഓണം പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 39 ചാപ്റ്ററിൽ എത്ര ചാപ്റ്റർ പഠിച്ചു? ഫോർ എക്സാമ്പിൾ 15 ചാപ്റ്ററിൽ 15 ഔട്ട് ഓഫ് 39 അല്ലെങ്കിൽ 10 ഔട്ട് ഓഫ് 39 എന്ന് ചാപ്റ്ററിൻ്റെ ഒരു കമൻറ്റും കൂടി ഇടും. 39 ഔട്ട് ഓഫ് 39 ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അത് കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഓണം എക്സാമിൽ കാണാൻ മക്കളെ, എല്ലാത്തിനും ലൈവ് നമ്മുടെ ബാച്ചിൽ ബാക്ക്ലോഗ് സീരീസ് നടക്കുന്നുണ്ട്. പിന്നെ 1 ഷോട്ട് ഒറ്റയടിക്ക് റിവിഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. മറക്കരുത്, എല്ലാ ദിവസവും കാണാൻ വരിക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വാട്സാപ്പ് ചാനലിലും വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. നോട്ട്സും ക്ലാസ്സുകളും കിട്ടും. ഓക്കെ, മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, കാണാം.